അടിമാലിയിൽ നിർമ്മാണത്തിലിടുന്ന ബഹുനില കെട്ടിടത്തിൽ കണ്ടെത്തിയ അഴുകിയ മൃതദേഹം പോലീസ് തുടർ നടപടികൾക്കായി മാറ്റി. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി പാപ്പച്ചന്റെ മൃതദേഹമാണ് ഇന്നലെ വൈകുന്നേരത്തോടെ കെട്ടിടത്തിന് മുകളിൽ കണ്ടെത്തിയത്. പാപ്പച്ചന്റെ മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്ന കാര്യത്തിലടക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റ് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും പുറത്തുവന്നാൽ മാത്രമാകും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാകൂവെന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു 65-കാരനായ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി പാപ്പച്ചന്റെ മൃതദേഹം അടിമാലിയിൽ നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടത്തിൽ കണ്ടെത്തിയത്. മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. മൃതദേഹത്തിന് 2 ആഴ്ചത്തോളം പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. മരിച്ച പാപ്പച്ചൻ 4 മാസം മുൻപ് വരെ അടിമാലിയിലെ ഒരു സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്നു. നിരന്തരമായ മദ്യപാനത്തെ തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. പിന്നീട് സ്വദേശത്തേക്ക് പോകാതെ ഇയാൾ അടിമാലി മേഖലയിൽ കൂലിവേലയുമായി കഴിയുകയായിരുന്നുവെന്നാണ് വിവരം. മരിച്ച പാപ്പച്ചന്റെ മൃതദേഹം ഇന്ന് ഉച്ചയോടെ പോലീസ് തുടർ നടപടികൾക്കായി മാറ്റി. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തു നിന്നും പോലീസും ഫോറൻസിക് വിദഗ്ധരും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. മൃതദേഹം കാണപ്പെട്ട ഭാഗത്ത് രക്തക്കറ കണ്ടതായുള്ള സൂചനയുണ്ട്. പാപ്പച്ചന്റെ മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്ന കാര്യത്തിലടക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റ് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും പുറത്തുവന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാകൂ എന്ന് പോലീസ് പറഞ്ഞു. മരിച്ച പാപ്പച്ചന്റെ ബന്ധുക്കളും ഇന്ന് അടിമാലിയിൽ എത്തിയിരുന്നു. നിർമ്മാണം പൂർത്തീകരിക്കാതെ കിടന്ന കെട്ടിടത്തിൽ ടൈൽ വിരിക്കുന്നതിന്റെ ഭാഗമായി തൊഴിലാളികൾ എത്തിയപ്പോഴാണ് ഇന്നലെ മൃതദേഹം കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ കെട്ടിട ഉടമയെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.